മഴ കനത്തതോടെ സംസ്ഥാനത്ത് റോഡ് ഏത് കുഴി ഏതെന്നറിയാൻ കഴിയാത്ത നിലയിലാണ്. നിരവധി പേരുടെ ജീവനുകളാണ് വഴിക്കുഴികളിൽ നഷ്ടമായത്. അപകടം പതിയിരിക്കുന്ന കേരളത്തിലെ പാതകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു 24 ലൈവത്തോൺ. മഴയും വഴിയും കുഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് KSTP റോഡിലാണ്. ഒരു 10 മീറ്റർ ദൂരം മാത്രം ഞാൻ എണ്ണിയത് 25 കുഴികളാണ്. വടക്ക് കാസർഗോഡ് നിന്ന് 24 പ്രതിനിധി അരുൺ പാറക്കൽ എണ്ണിത്തുടങ്ങിയതാണിത്. റോഡിലെ കുഴി. പിന്നെ ഓരോ ജില്ലയിലെത്തുമ്പോഴും റോഡും കുഴിയും തിരിച്ചറിയാനാകാത്ത നില. നഗരമധ്യത്തിൽ പതുങ്ങിയിരിക്കുന്ന ഈ കുഴി കോഴിക്കോട്ടേതാണ്. ഇങ്ങനെ വികലാണ്, കുഴിയിലൊക്കെ ഇങ്ങനെ വീണ്ടും പരിക്കൊക്കെ പറ്റില്ല. ഈ ഡ്രെയിനേജ് കൂടി വെള്ളമൊന്നും പോകുന്നില്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ് കണ്ണൂരിൽ നിന്ന്. ഇപ്പോഴും നോക്കി കോഴിക്കോട് എത്തിയിട്ടില്ല. ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോഡ് കംപ്ലീറ്റ് പണി നടക്കാണ്. 10 മിനിറ്റിന് പകരം അരമണിക്കൂർ എടുക്കുന്ന തിരൂർ മലപ്പുറം റോഡ്. തകർന്ന ദേശീയപാതയും അല്ലാത്തതുമായ തൃശൂരിലെ റോഡുകൾ. എണ്ണിയാൽ തീരാത്തത്ര കുഴികളുള്ള മെട്രോ നഗരമായ കൊച്ചി. നടുപൊടിയുന്ന രീതിയിലാണ് കിടക്കണമെല്ലാം. ഇങ്ങനത്തെ റോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇതാക്കാൻ പറ്റും? മൊത്തത്തിൽ കുഴിയാണ്. കോട്ടയത്തെ തകർന്ന മൂലേടം റെയിൽവേ മേൽപ്പാലമാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മഴയിൽ ചെളിക്കുളമാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ്. കളക്ടറേറ്റിന് സമീപത്തൂടെ പോകുന്ന ദേശീയപാതയിലെ അപകടക്കെണിയായ കുഴികളുടെ ആഴം അത്ര ചെറുതല്ല. ഈ അപായ സൂചന ബോർഡ് ഇരിക്കുന്ന ഭാഗം ഹഷ്മി, ഈ റോഡിൽ നിന്ന് ഏകദേശം 12 സെന്റിമീറ്റർ ആണ് ഈ കുഴിക്കുള്ള ഒരു താഴ്ച. ഇവിടെ കുഴിയടയ്ക്കാൻ ശ്രമമില്ല. എന്നാൽ കുഴിക്ക് നടുവിൽ ഇങ്ങനെയൊരു ബോർഡുണ്ട്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും നടുവൊടിയും. ടെക്നോ പാർക്ക് മേഖലയായ കഴക്കൂട്ടത്ത് 6 മാസം മുമ്പ് നികത്തിയ കുഴി മഴയെത്തിയതോടെ പിന്നെയും പഴയപടി. ന്യൂസ് ഡെസ്ക് 24.